ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദ തിരുമേനി, വന്യറമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പാച്ചൻ, വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 114 ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന കൺവെൻഷൻ്റെ ആരംഭ ദിവസമാണ് ഇന്ന്. പരിശുദ്ധൻ്റെ പെരുന്നാളിൽ ഒരു ആഘോഷങ്ങൾക്ക് അപ്പുറത്തായിട്ട് ആത്മീയമായ തലത്തിലേക്ക് ആത്മശരീര മനസ്സുകളെ ഉയർത്തേണ്ടതായ ആവശ്യകത ഉള്ളതുകൊണ്ട് തന്നെ ആത്മീയമായ ധ്യാനവും പ്രഭാഷണങ്ങളും അതിനോടനുബന്ധിച്ച് ക്രമീകരിക്കുന്നത്. ഇന്ന് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നിർണഭദ്രാസനാധിപൻ അഭിനന്ദ യൂഹാനൻ മാർ ക്രിസോസ്റ്റോമോസ് തിരുമേനിയാണ്. തിരുമേനി ഇന്ന് മുതൽ പെരുന്നാൾ അവസാനിക്കുന്ന നവംബർ 2-ാം തീയതി വരെ ഇവിടെ താമസിച്ച് പെരുന്നാൾ കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് ക്രമീകരിക്കുന്നു. അഭിനന്ദ തിരുമേനിയെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് വചനം പ്രസംഗിക്കുന്നത് തുമ്പോൺ ഭദ്രാസനത്തിലെ വൈദികനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ലൈച്ചു മാത്യൂസ് അച്ഛനാണ്. ഞങ്ങൾ ഒരു ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. അച്ഛനിപ്പോൾ ഗവേഷണ വിദ്യാർത്ഥിയാണ്. ജർമ്മനിയിലെ മൈൻസ് യൂണിവേഴ്സിറ്റിയിൽ പുതിയ നിയമത്തിൽ ഡോക്ടറേറ്റ് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തുമ്പോൺ ഭദ്രാസനത്തിൽ തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നു. അച്ഛനെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസികളെല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് സിസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഉദ്ഘാടനത്തിനായിട്ട് അഭിനന്ദ തിരുമേനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. വന്യരായ റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, മിക്കവാറും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ബഹുഭൂരിപക്ഷം പേർക്കും ഈ ഒരാഴ്ചക്കാലം അനേക അവസരങ്ങളിൽ എന്നെ കേൾക്കേണ്ടി വരും, ഭാഗ്യമോ നിർഭാഗ്യമോ. അതുകൊണ്ട് ആവർത്തനങ്ങൾ കഴിവതും ഉണ്ടാകാതിരിക്കത്തക്കവണ്ണം ഞാൻ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 10 വർഷമായി 1 വർഷം നാട്ടിലില്ലായിരുന്നു. ബാക്കി 9 വർഷവും ഈ സുവിശേഷ യോഗ പരമ്പര ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരവും ബലഹീനായി എനിക്ക് ദൈവം തന്നു. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം തേടിക്കൊണ്ട് നാം ഇവിടെ വന്ന് തിരുമേനിയിലൂടെ ദൈവസന്നിധിയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥനയായി സമർപ്പിക്കുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ കാണും, നമ്മുടെ ആവശ്യങ്ങൾ കാണും, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കാണും. പക്ഷെ ഞാനൊരു ചോദ്യം തിരിച്ച് നിങ്ങളോട് ചോദിക്കട്ടെ. തിരുമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തിരുമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും? ഞാൻ എനിക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ തിരുമേനിയിൽ കൂടെ പല കാര്യങ്ങൾ സമർപ്പിക്കുന്നു. ആ തിരുമേനി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്തായിരിക്കും തിരുമേനിയുടെ പ്രാർത്ഥന? ഇവൻ ഈ ചോദിച്ചതെല്ലാം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കൂടുതൽ കൊടുത്താലും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരിക്കും. പക്ഷെ ഒരാത്മീക പിതാവ്, ഒരാത്മീക സമൂഹത്തിൻ്റെ അധ്യക്ഷൻ ഒരു ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ജനത്തെക്കുറിച്ച് വളരെ കരുതലുള്ള, അവരുടെ ദൈവികവുമായ വളർച്ചയെക്കുറിച്ച് എരിയുന്ന ആത്മാവുള്ള
അവരുടെ ഭൗതികമായ പുരോഗതിയേക്കാൾ ഉപരി അവരിൽ ദൈവാനുഭവം ജ്വലിച്ച് നിറഞ്ഞ് പ്രകാശിച്ച് പുറത്തേക്ക് ഒഴുകണമെന്ന് ആഗ്രഹിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ എഫേസുസിലെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അത് ഇൻ ടെലഗ്രാഫിക് വേർഡ്സ്. ഇപ്പം ടെലഗ്രാഫൊന്നുമില്ല, ഇപ്പം എല്ലാം ഇമെയിലും ഒക്കെ ആയതുകൊണ്ട് വാചകങ്ങൾ നീണ്ടുപോകുമായിരിക്കും. പഴയ ഒരു ശൈലിയാണ് ടെലഗ്രാഫിക് വേർഡ്സ്, ചുരുങ്ങിയ വാക്കുകളിൽ. ഞാൻ ആ വേദഭാഗം ഒന്ന് വായിക്കട്ടെ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവിധം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയാൽ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ എഴുത്തിനൊരു ശൈലിയുണ്ട്, നീണ്ട വാചകങ്ങളാണ്. ഒരിടത്ത് തുടങ്ങിയാൽ കുറേ ദൂരം ആ വാക്കുകളും കൊണ്ട് ഇങ്ങനെ പോയേ അദ്ദേഹം എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയുള്ളൂ. പക്ഷേ ഈ 4 കാര്യങ്ങൾ ഞാൻ എടുത്തു പറയട്ടെ. മുഖ്യ സന്ദേശം നൽകുന്നത് അച്ഛനാണ്. പക്ഷേ ഒരാത്മീക പരിശുദ്ധനായ പരിമല തിരുമേനി തൻ്റെ ജീവിതത്തിൽ വിലമതിച്ച കാര്യങ്ങൾ ഈ ഭാഗത്ത് 4 കാര്യങ്ങളിൽ ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത തേടുകയും ചെയ്യുന്ന ജനങ്ങൾക്കും ഉണ്ടാകണം എന്ന് തിരുമേനി ആഗ്രഹിക്കുന്നതും ഈ 4 കാര്യങ്ങളാണെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. 1, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ആന്തരിക മനുഷ്യൻ ബലപ്പെടേണ്ടതിൻ്റെ ആവശ്യകത. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ആധ്യാത്മിക ദർശനം നമ്മൾ വിശകലനം ചെയ്താൽ തിരുമേനിയുടെ നോയമ്പ്, ഉപവാസം, ആത്മീക ആരാധന, അനുഷ്ഠാനങ്ങൾ എല്ലാം തൻ്റെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തേണ്ടതിനു വേണ്ടി ആയിരുന്നു. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. പുറമേയുള്ള മനുഷ്യൻ ബലപ്പെടാൻ, പുറമേയുള്ള മനുഷ്യനെ മനോഹരമാക്കി തീർക്കാൻ നമുക്ക് ശ്രദ്ധയുണ്ട്, നമുക്ക് താല്പര്യമുണ്ട്, നമുക്ക് സമയമുണ്ട്. പക്ഷേ പുറമേയുള്ള മനുഷ്യൻ്റെ പരിപോഷണത്തിനും അതിൻ്റെ മനോഹാരിതയുടെ ക്രമീകരണത്തിനും താല്പര്യം കാണിക്കുന്ന നമ്മൾ അതിൻ്റെ എത്ര ശതമാനം നമ്മുടെ ആന്തരിക മനുഷ്യൻ്റെ ബലപ്പെടൽ എന്നുള്ളൊരു കർമ്മത്തിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്നുണ്ട്? തിരുമേനിയും നമ്മളുമായിട്ടുള്ള വ്യത്യാസം ഞാൻ ഒന്നാമത് കാണുന്നത് അവിടെയാണ്. തൻ്റെ ശരീരം ശോഷിച്ചു, കഠിനമായ വ്രതം കൊണ്ടും ഒക്കെ അത് വളരെ 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 ശുഷ്കിച്ചു. പക്ഷെ അതിനെക്കുറിച്ച് തിരുമേനി വളരെ ലീസ്റ്റ് ബോധേഡ് ആയിരുന്നു. ആ കാര്യത്തിൽ തിരുമേനി വലിയ ഊന്നൽ കൊടുത്തില്ല. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പുറമേയുള്ള മനുഷ്യൻ്റെ ശാക്തീകരണമല്ല, എൻ്റെ പുറമേയുള്ള മനുഷ്യൻ്റെ സൗന്ദര്യമല്ല, എൻ്റെ ആന്തരിക മനുഷ്യൻ ബലപ്പെടണം.
രണ്ടാമത് അദ്ദേഹം ആ സഭയെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ക്രിസ്തുവിന് നമ്മുടെ ഉള്ളിൽ ഒരു ഇടമുണ്ടാകണം. ജീവിതത്തിൻ്റെ ഇടപാടുകളും ഇടപെടലുകളും ക്രൈസ്തവമായി തീരണമെങ്കിൽ ക്രിസ്തു ഉള്ളിൽ വസിക്കണം. ക്രിസ്തു ഉള്ളിൽ ഒരു വികാരമായി, ഒരു വിചാരമായി, ഒരു വിവേകമായി നിറയുമ്പോഴാണ് നമ്മളുടെ ഇടപാടുകളും ഇടപെടലുകളും ക്രിസ്തീയമായി തീരുന്നത്. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഹൃദയങ്ങളിൽ വസിക്കണം. മൂന്നാമത്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ നിങ്ങൾ പ്രാപ്തരാകണം. എൻ്റെ ഒരു ഇവാലുവേഷൻ, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അലസതയും വിരസതയും അനാസ്ഥയും നമ്മൾ വേണ്ടവണ്ണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ വേണ്ടും വണ്ണം നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം ഇങ്ങനെ അലസമായി പോകില്ല. തിരുമേനിയുടെ ആത്മീക ജീവിതം എന്ന് പറയുന്നത് ചിട്ടയുടെയും നിഷ്ഠയുടെയും എ ലൈഫ് ഓഫ് ഡിസിപ്ലിൻ. തിരുമേനി അങ്ങ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല. തിരുമേനിക്ക് തെക്കുള്ള 3 ഭദ്രാസനങ്ങളുടെ ചുമതല ഉണ്ടായിരുന്നു. ആ ഭദ്രാസന ചുമതലകളുടെ കാര്യം നിർവഹിക്കണം. യാത്രകൾ ഉണ്ടായിരുന്നു. വൈദികരാകുവാനുള്ളവരെ പഠിപ്പിക്കണം. തിരുമേനിക്ക് വരുന്ന പേഴ്സണൽ കത്തുകൾക്ക് സ്വന്തം കൈകൊണ്ട് തന്നെ മറുപടി എഴുതണം. അപ്പോൾ പ്രാർത്ഥനയും ഔദ്യോഗിക ജീവിതവും എല്ലാം ഒരു ചിട്ടയുടെ നിഷ്ഠയുടെ ആത്മാവിൽ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് തിരുമേനി ശ്രമിച്ചു. ഒന്നിനെ പ്രതി മറ്റൊന്ന് തിരുമേനി ഒഴിവാക്കിയില്ല. അതിൽ തന്നെ ആത്മീക ജീവിതത്തിൽ തീവ്രമായ കാർക്കശ്യമായ തിരുമേനിയുടെ ആത്മീയ ഭാവത്തെ വിശേഷിപ്പിക്കാവുന്ന 2 പദങ്ങൾ, തീവ്രം, കാർക്കശ്യം. നമുക്കില്ലാത്തതും ഇത് തന്നെയാണ്. അതിന് മുഖാന്തരമായത് തിരുമേനി ദൈവസ്നേഹത്തെ രുചിച്ചറിഞ്ഞു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമ്മളൊന്ന് വ്യക്തമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അലസതയും അശ്രദ്ധയും അനാസ്ഥയും മാറുകയുള്ളൂ. തിരുമേനി ടേസ്റ്റഡ് ദ റിയൽ ലവ് ഓഫ് ജീസസ്. തിരുമേനി അത് രുചിച്ചറിഞ്ഞു. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീനെന്ന്. തിരുമേനി ആ ദൈവ സ്നേഹത്തെ രുചിച്ചറിഞ്ഞത് ആ ബന്ധത്തിലൂടെയായിരുന്നു. നാലാമത്, അപ്പം തിരുമേനി മൂന്നാമത് പ്രാർത്ഥിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകണം. അവസാനമായി തിരുമേനി പ്രാർത്ഥിക്കുന്നു, പൗലോസ് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിങ്ങൾ നിറഞ്ഞു വരണം. ദി അൾട്ടിമേറ്റ് എയിം ആൻഡ് ഗോൾ ഓഫ് എ സ്പിരിച്വൽ ലൈഫ്. ഒരാത്മീക ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിറവോളം നിറഞ്ഞു വരിക എന്നുള്ളതാണ്. അതിനു വേണ്ടി ഉള്ളതായിരുന്നു തിരുമേനിയുടെ ജീവിതം. ഒരിക്കലും അദ്ദേഹം പൂർണ്ണത അവകാശപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ മാച്വേർഡ് ലൈഫ് വേറാസ് ഇറ്റ് ഈസ് എ മാച്വറിങ് ലൈഫ്. പക്വത വന്ന ജീവിതമെന്നല്ല, പക്വതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നൊരു ജീവിതം.
ഒരാത്മീക ജീവിതം ധന്യമായി തീരേണ്ടതിന് 4 കാര്യങ്ങൾ പൗലോസ് പറയുന്നത് തിരുമേനിയുടെ ജീവിതമാകുന്ന കണ്ണാടിയിൽ കൂടി ഒന്ന്, ഗ്ലാസ്സിനകത്ത് കൂടി ഒന്ന് നോക്ക്. അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ജീവിതം ദൈവഹിതകരമായി തീരണമെങ്കിൽ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്താൽ ഉള്ളിൽ വസിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ പ്രാപ്തരാകണം. ദൈവത്തിൻ്റെ നിറവോളം നിറയണം. അതിന് ഈ പെരുന്നാളും ഇവിടെ നടക്കുന്ന ആത്മീക ശുശ്രൂഷകളും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിൽ ഞാനിത് ഉദ്ഘാടനം ചെയ്തുകൊള്ളും. ഈ രാത്രിയിലെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 27-ാം വാക്യം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏക ആത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോട് സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ പിതാവിനോടും വന്നിരായ കോറപ്പിസ്കോപ്പ അച്ഛന്മാരോടും റമ്പാച്ചന്മാരോടും ആദരണീയരായ സിസ്റ്റേഴ്സിനോടും ശമ്മാശന്മാരോടും മാതാപിതാക്കളോടും സഹോദരി സഹോദരങ്ങളോടും കുഞ്ഞുങ്ങളോടും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും അപേക്ഷിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ പരിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്നുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നമുക്ക് സ്തുതിക്കാം. എൻ്റെ ചെറുപ്പകാലത്ത് ആരിൽ നിന്ന് പ്രസംഗം കേൾക്കുവാൻ ആഗ്രഹിച്ചുവോ ആ വന്യപിതാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഈ പുണ്യഭൂമിയിൽ നിന്ന് വചന ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അഭിവന്യ തിരുമേനി എനിക്കൊരു വലിയ സഹായം ചെയ്തു തന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പറയുവാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും കമ്പിവാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. ദൈവത്തിൻ്റെ നിറവോളം വസിക്കുക. ആ നിറവോളം ആയിത്തീരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. 100, 150, 200 വർഷങ്ങൾക്ക് മുമ്പ് പരുമല എന്ന് പറയുന്ന ദേശം പരിശുദ്ധന്റെ ജീവചരിത്രത്തിലൂടെ നമുക്കറിയാവുന്നതാണ്. അത്ര സുന്ദരമായ ഒരു ഭൂമി അല്ലായിരുന്നു. ഇവിടെ മൃഗബലിയും നരബലികളും ഒക്കെ നടന്ന സ്ഥലം. യക്ഷിയുടെ വിഹാരഭൂമി എന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. നമ്മളാരും യക്ഷികളല്ലെങ്കിലും യക്ഷികളുടെ ഒരു സ്വഭാവം നമുക്കറിയാം. അവർക്ക് രക്തം വേണം. അത് തന്നെയാണ് രാക്ഷസന്മാരുടെയും സ്വഭാവം. അവർക്ക് രക്തമല്ല, മനുഷ്യനെ കൊന്നു തിന്നണം. ചുരുക്കത്തിൽ എന്ത് കിട്ടിയാലും മതിവരാത്ത കൂട്ടരാണ് രാക്ഷസന്മാർ. അങ്ങനെയുള്ള ഒരു ഭൂമിയിലേക്കാണ് ഒരു പുണ്യ പുരുഷൻ കടന്നു വന്നത്. രാക്ഷസ സ്വഭാവമുള്ള എന്ത് കിട്ടിയാലും മതിവരാത്തവരുടെ ഇടയിലേക്ക് ഒരു താപസനായി
ഒരു മനുഷ്യൻ വരുന്നു. താപസന്റെ പ്രത്യേകത നമുക്കറിയാം. സുഖം വന്നാലും സന്തോഷം വന്നാലും ഒരു പ്രശ്നവും ഇല്ല. ആവശ്യത്തിലധികം തുണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്കൊരു വിഷയവുമില്ല. സന്തോഷമായാലും ദുഃഖമായാലും താപസന്റെ ജീവിതത്തെ അത് സ്വാധീനിക്കുവാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ പെരുന്നാൾ നമ്മെ സംബന്ധിച്ചിടത്തോളം രാക്ഷസ സ്വഭാവത്തിൽ നിന്ന് താപസന്റെ അനുഭവത്തിലേക്ക് മാറുവാൻ നമുക്ക് ഇടയാകുന്നു. എന്ത് കിട്ടിയാലും തൃപ്തി വരാത്ത അനുഭവത്തിൽ നിന്ന് എന്തും മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? അഭിമന്യ പിതാവ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞു, ഈ പിതാവ് പരിമല തിരുമേനി നമുക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കും? തിരുമേനി ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നത് രാക്ഷസ സ്വഭാവത്തിൽ നിന്ന് താപസ സ്വഭാവത്തിലേക്ക് ഈ മകനെ മകളെ ആക്കണമേ എന്നായിരിക്കും. അവിടെയാണ് ഞാൻ ആമുഖമായി വായിച്ച വാക്യത്തിന്റെ പ്രസക്തി. പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് പലതിനോടും പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ നിങ്ങൾ വിജയിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കണം. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം ജീവിക്കുവാൻ സാധിക്കുന്നത്? സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് രാക്ഷസനിൽ നിന്ന് താപസനിലേക്ക് വളരുവാൻ തക്കവണ്ണം പരിശുദ്ധനായ പരിമല തിരുമേനി നമുക്ക് കാണിച്ചു തരുന്ന 4-5 വഴികൾ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമ്മൾ ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് ഒന്ന് പഠിക്കണം. സമയത്തിന്റെ പരിമിതികൾ ഉണ്ട്. ക്രിസ്തുവും ദൈവപുത്രനാണ്, അതേസമയം മനുഷ്യനാണ്. ദൈവപുത്രനായ യേശു തൻ്റെ ഗലീലയിലെ ശുശ്രൂഷകളുടെ സമയത്ത് ധാരാളം സംഘർഷങ്ങൾ അനുഭവിച്ചു. ഇത് 4 സുവിശേഷങ്ങളിലും വളരെ ഭംഗിയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് സമവീക്ഷണ സുവിശേഷങ്ങളിൽ. ആ ക്രിസ്തു പോരാടിയതുപോലെ സാത്താന്റെ ശക്തികളോട് ക്രിസ്തു എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ ചാത്തുരുത്തിയിലെ ഗീവർഗീസ് എന്ന് പറയുന്ന ആൾ പരുമലയിലെ ദുഷ്ടശക്തികളോട് പോരാടി ഈ മണ്ണിനെ പരിമള ഭൂമിയാക്കി മാറ്റി. ഈ രാത്രിയിൽ ഈ കൺവെൻഷന്റെ പ്രാരംഭ ദിനത്തിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത്, നമ്മളുടെ ജീവിതത്തെ എങ്ങനെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാം. അതിന് ക്രിസ്തു കാണിച്ചു തന്ന മാതൃക എങ്ങനെ, ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ പോരാടി ആ പോരാട്ടത്തിൽ എങ്ങനെ വിജയിച്ചു എന്നുള്ളത് സുവിശേഷകൻ കാണിക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം മുതൽ 3-ാം അധ്യായം 6-ാം വാക്യം വരെ യേശുവിന് നേരിട്ട 5 സംഘർഷങ്ങൾ അവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ കാര്യങ്ങളിൽ പ്രസക്തമായ വാക്യങ്ങൾ മാത്രം വായിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ക്രിസ്തു അവൻ അനുഭവിച്ച 1-ാമത്തെ സംഘർഷം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവർക്കും പരിചിതമായ സംഭവമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗതിയില്ലാത്ത നിസ്സഹായനായ ശയ്യാവലംബനായ ഒരു രോഗിയെ, പക്ഷവാതക്കാരനെ 4 ആള് എടുത്തുകൊണ്ടുവരുന്നു. ചുറ്റും നിൽക്കുന്നവരുടെ തിരക്ക് കാരണം
ഈ മനുഷ്യനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ കഴിയാതെ മേൽക്കൂര പൊളിക്കുന്നു, അവനെ താഴേക്ക് ഇറക്കുന്നു. ക്രിസ്തു അവനോട് പറയുന്നു, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അതിനുശേഷം ക്രിസ്തു അവനോട് പറയുന്നു, നിന്റെ കിടക്ക എഴുന്നേറ്റ് നടക്കുക എന്ന്. അങ്ങനെ അവന് പൂർണ്ണമായ സൗഖ്യം യേശുക്രിസ്തു ഈ പക്ഷവാതക്കാരന് കൊടുക്കുന്നു. എന്താണ് ക്രിസ്തു ഇവിടെ അനുഭവിച്ച സംഘർഷം? ഇവിടെ രോഗി വരുമ്പോൾ നീ എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്നതിന് പകരമായി അവനോട് ക്രിസ്തു പറയുന്നു, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന്. ഇതാണ് പരീശന്മാരെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചത്. ഇതാണ് ശാസ്ത്രിമാർ ദൈവദൂഷണമായി കണ്ടത്. കാരണം പഴയ നിയമം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 34 അധ്യായം 7 വാക്യവും യെശയ്യാ പ്രവചന പുസ്തകം 43 അധ്യായം 25 വാക്യവും വായിക്കുമ്പോൾ അവിടെ കൃത്യമായി മനസ്സിലാക്കാം, ദൈവത്തിന് മാത്രമേ പാപമോചന അധികാരം ഉള്ളൂ. എന്നാൽ ക്രിസ്തു ഈ രോഗാസ്ത്രനായ മനുഷ്യനോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാ രോഗങ്ങളുടെയും കാരണം പാപം ആകണമെന്നില്ല. പക്ഷേ പാപഗ്രസ്തനായ ഒരു മനുഷ്യന് അവന്റെ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ മോചനം പ്രാപിക്കണമെങ്കിൽ അവന് പാപമോചനം കൂടിയേ മതിയാവുകയുള്ളൂ. ഒരിക്കൽ മലയാളത്തിന്റെ പ്രശസ്ത സാഹിത്യകാരനാകുന്ന KP അപ്പൻ CV ബാലകൃഷ്ണനോട് ചോദിച്ചു, പാപത്തെ കൈകാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങേക്ക് വേദപുസ്തക ഭാഷ വരുന്നത് എന്ന്. അപ്പോൾ CV ബാലകൃഷ്ണൻ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അത് ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ടാണ്. വേദപുസ്തകം പാപത്തെ കാണാതിരിക്കുന്നില്ല. ക്രിസ്തു വന്നത് പാപികളെ രക്ഷിക്കാനാണ്. രോഗികളെ സൗഖ്യമാക്കുമ്പോൾ പോലും ക്രിസ്തു പറയുന്നത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നാണ്. രോഗത്തിൽ നിന്നുള്ള മോചനം, പാപത്തിൽ നിന്നുള്ള മുക്തിയാണ്. പാപത്തോടുള്ള ബൈബിളിലെ സമീപനം കാണാതിരിക്കാൻ ആവില്ല. ഇതാണ് CV ബാലകൃഷ്ണൻ KP അപ്പന് കൊടുത്ത മറുപടി. പ്രിയമുള്ളവരെ, പാപവും രോഗവും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ പാപമോചനം കൊടുക്കുന്നത് രോഗവുമായി ബന്ധപ്പെട്ട് കാണാതിരിക്കാനാവില്ല എന്ന് CV ബാലകൃഷ്ണൻ പറയുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ഉള്ളിലെ വിചാരങ്ങൾ എന്ത്? നമുക്ക് പാപമോചനം പ്രാപിക്കണമോ, മാനസാന്തരത്തിന്റെ അനുഭവം നമുക്കുണ്ടാകണമോ എന്നുള്ളത് ഈ രാത്രിയിൽ ഒന്ന് ചിന്തിക്കണം. നാം നിരാശരായിരുന്നേക്കാം, മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിക്കുന്നവരാകാം, രോഗികളാകാം. നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രയാസങ്ങളിലൂടെയും നീ കടന്നു പോകുന്നെങ്കിൽ, പ്രിയ സഹോദര, ഈ രാത്രി നിന്റെ പാപങ്ങളെ ഏറ്റുപറയുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ തമ്പുരാൻ നിനക്ക് പൂർണ്ണമോചനം നൽകും. ഇങ്ങനെ പാപം ഈ ഭൂമിയിൽ മോചിക്കുവാൻ തക്കവണ്ണമുള്ള ചില അധികാരങ്ങളും തമ്പുരാൻ കൊടുത്തു. അത് ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് ഈ പാപമോചനം ഞാനും നിങ്ങളും പ്രാപിക്കണമെങ്കിൽ നിന്റെ സഹോദരനോട്, നിന്റെ സഹോദരിയോട്, നിന്റെ കുടുംബക്കാരനോട് നീ പൂർണ്ണമായി ക്ഷമിച്ചേ മതിയാവുകയുള്ളൂ. അതാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18 അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന്
പൂർണ്ണമായ സൗഖ്യത്തിന്റെ അനുഭവത്തിലേക്ക് നീ വരണമോ, നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞേ മതിയാവുകയുള്ളൂ. ദൈവത്തോട് നിരപ്പാകുന്നതിനു മുമ്പ് നിന്റെ സഹോദരനോട്, നിന്റെ സഹോദരിയോട്, നിന്റെ ചാർച്ചക്കാരോട്, നീ ജീവിക്കുന്ന നിന്റെ കൂരയ്ക്കുള്ളിലുള്ളവരോട് നീ പാപമോചനം നേടിയേ മതിയാവുകയുള്ളൂ. മനുഷ്യത്വരഹിതമായി ജീവിക്കുന്നതാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ പാപം. വിശ്വാസിയാണെന്ന് പറയുകയും അവിശ്വാസിയെ പോലെ ജീവിക്കുകയും ചെയ്യുന്നതാണ് പാപം. ഏറ്റുപറഞ്ഞ് വിശ്വാസം ജീവിക്കുവാൻ ഉള്ളതല്ലാതെ വരുമ്പോൾ അത് പാപമായി മാറുന്നു. നമ്മളുടെ കലാലയ ജീവിതങ്ങളിൽ, നമ്മളുടെ ഗാർഹികമായ ജീവിതങ്ങളിൽ, നാം ഏർപ്പെടുന്ന മേഖലകളിൽ നാം ഏറ്റുപറഞ്ഞ വിശ്വാസം അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ, അത് പാപത്തിന്റെ അനുഭവത്തിലാണ് വരുന്നത്. എങ്കിൽ ഈ രാത്രി നീ തമ്പുരാനോട് പാപമേറ്റു പറയുവാൻ തയ്യാറാകണം. പാപിനിയായ സ്ത്രീ യേശു അത്താഴത്തിനിരിക്കുമ്പോൾ അവൾ വരുന്നു. അവൾ കണ്ണുനീരുകൊണ്ട് ക്രിസ്തുവിന്റെ പാദങ്ങൾ കഴുകുന്നു. അവൾ അവന്റെ കാലുകൾ തലമുടി കൊണ്ട് തുവർത്തുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വളരെ കൃത്യമായി വിവരിച്ചിരിക്കുന്നു. അവിടെ ക്രിസ്തു ഓർമ്മിപ്പിക്കുകയാണ്, അവൾ അധികമായി സ്നേഹിച്ചു, അതിനാൽ അവളുടെ അനവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹം കൊണ്ട് ക്ഷമ ചോദിക്കുന്ന പാപിനിയായ സ്ത്രീ, ഈ രാത്രി തമ്പുരാനോടുള്ള സ്നേഹം കൊണ്ട് നിനക്ക് ക്ഷമ ചോദിക്കുവാൻ സാധിക്കുമോ? ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന, ക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന പത്രോസ് തൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപത്തെ ഓർത്ത് പത്രോസ് വാവിട്ട് കരയുമ്പോൾ പത്രോസിനെ നോക്കുന്ന ക്രിസ്തു, അവന് പാപമോചനം ലഭിക്കുന്നു. പ്രിയമുള്ളവരെ, യഥാർത്ഥ മാനസാന്തരത്തിലൂടെ, യഥാർത്ഥ പാപമോചനത്തിലൂടെ ക്രിസ്തു നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ പ്രസാദവരത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്. ഈ ഒരു തിരിച്ചുപോക്ക്, നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കുവാൻ നിനക്ക് സാധിക്കുമോ? സാധിക്കണമെങ്കിൽ തമ്പുരാൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിക്കണമെങ്കിൽ നിന്റെ സഹോദരങ്ങളോട്, നിന്റെ സമസൃഷ്ടങ്ങളോട് നീ ക്ഷമിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് നാം ആരെ ഓർക്കുന്നുവോ ആ പുണ്യ പുരുഷൻ പറയുന്നു, സഹോദര സ്നേഹത്തിലും ദൈവ സ്നേഹത്തിലും ഐശ്വര്യമുള്ളവരായിരിപ്പീൻ. സഹോദരന്മാർ തമ്മിൽ ഒരിക്കലും വഞ്ചനയോടെ പെരുമാറരുത്. ഐക്യത്തിൽ നിന്ന് വിട്ടകലും തോറും ദൈവത്തിൽ നിന്ന് അകലും നിശ്ചയമാണ്. വളരെ സംയുക്തമായി പരിശുദ്ധനായ പരിമല തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സഹോദരങ്ങളിൽ നിന്ന് നീ അകന്ന് ജീവിച്ചാൽ ദൈവത്തിൽ നിന്ന് അകലുന്നവനായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിവിധ പ്രായങ്ങളിലുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. നിന്റെ സഹോദരനോട് പൂർണ്ണമായി ക്ഷമിക്കുവാൻ ഈ രാത്രി നീ തയ്യാറായാൽ ദൈവം നിന്നോട് ക്ഷമിക്കുവാനും നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുവാനും തമ്പുരാൻ തയ്യാറാണ്. നമ്മളുടെ അഹന്തകളും നമ്മളുടെ ധാർഷ്ട്യങ്ങളും നമ്മളുടെ സ്വാർത്ഥതകളും നമ്മളുടെ സ്വന്തം കാര്യം സിന്ദാബാദുകളും നമ്മുടെ പൊള്ളയായ പകിട്ടിനും നമ്മുടെ പേരെടുക്കുവാൻ വേണ്ടിയുള്ള പ്രശസ്തിക്കുമാണ് നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ വഴക്കിടുന്നത്. അതുകൊണ്ട് ഈ രാത്രി തമ്പുരാന്റെ അടുക്കൽ മാറത്തടിച്ച് നിലവിളിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. അതാണ് പരിമല തിരുമേനി നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക. ഓരോ കുംഭസാരത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴും പാപഭാരവുമായി അനുദപിക്കുന്ന പാപി കുംഭസാരത്തിന്റെ അനുഭവത്തിൽ മുട്ടുകുത്തുമ്പോൾ ക്ഷമിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയാകണം. സ്വർഗം ക്ഷമിക്കുമ്പോൾ അവിടെ സദ്യ ഒരുക്കുന്നു. അതാണ്
ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ കുംഭസാര കൂടിന്റെ പുറത്തേക്ക് വരുമ്പോൾ, കുംഭസാരത്തിൽ നിന്ന് അവസാന ആശീർവാദം പ്രാപിച്ചു പുറത്തേക്ക് വരുമ്പോൾ അനുദപിച്ചു പോയ ആൾ സ്വർഗം സന്തോഷിക്കുന്നത് കണ്ട് തിരികെ വരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇവിടെ പരീശന്മാർ ക്രിസ്തുവിനെ തടയുന്നു. എന്തുകൊണ്ട്? അവന് പാപമോചനം കൊടുത്തു. പാപമോചനമാണ് പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ്, ഇത് വളരെ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് പരിശുദ്ധ പരിമല തിരുമേനി അത് നമ്മെ ഓർമ്മിപ്പിച്ചത്. ഇത് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് ഈ സഭയിലേക്ക് ആകൃഷ്ടനായി ഇവിടെ വന്ന് മലങ്കര സഭയ്ക്ക് ആദ്യത്തെ മിഷൻ കേന്ദ്രമുണ്ടാക്കി തടാകമാശ്രമത്തിന്റെ സ്ഥാപകനായ ബിഷപ്പ് പക്കൻഹാം വാൾഷ്, അദ്ദേഹം ഓരോ രോഗികളെയും തൻ്റെ അടുക്കലേക്ക് സൗഖ്യത്തിനായി കൊണ്ടുവരുമ്പോൾ അവരുടെ തലയിൽ എണ്ണ പൂശി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു. പാപമോചനം കൊടുത്ത് ദൈവത്തോട് നിരപ്പാക്കി തന്നെ സമീപിക്കുന്ന സകല രോഗികൾക്കും അദ്ദേഹം സൗഖ്യം കൊടുത്തു. ഇത് സാക്ഷിക്കുന്ന ധാരാളം ആളുകൾ കോയമ്പത്തൂരിൽ ഇന്നുമുണ്ട്. ഈ അനുഭവത്തിൽ വളർന്നു വരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. പരീശന്മാർ ഇത് തടയുന്നു. ഇന്ന് നമുക്ക് കുംഭസാരവും പാപമോചനങ്ങളും ഒന്നും വേണ്ട. ഇതിന്റെ അപ്പുറമായ മറ്റൊരു ആത്മീയ തലത്തിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ മാറിപ്പോവുകയാണ്. ഈ പോരാട്ടം നമ്മളുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ട്. പ്രത്യേകിച്ച് പഠിക്കുന്ന കാലയളവിൽ പലപ്പോഴും ചോദിക്കും, നീ കുമ്പസാരിച്ചോ? നീ എന്തിന്? വിശുദ്ധയാകുവാൻ പോയതാണോ? വിശുദ്ധനാകുവാൻ പോയതാണോ? ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഈ കുംഭസാരത്തിന്റെ അനുഭവത്തിലൂടെ, പാപമോചനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നിന്റെ ജീവിതം താപസന്റെ അനുഭവത്തിൽ ആയിത്തീരുന്നത്. മറിച്ചാണെങ്കിൽ അത് രാക്ഷസ സ്വഭാവത്തിൽ തന്നെ നിൽക്കുന്നു. രണ്ടാമത്, ഇവിടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത് ഓർത്തിരിക്കുവാൻ തക്കവണ്ണം എല്ലാ സംഭവങ്ങളും മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായവും 3-ാം അധ്യായത്തിൽ നിന്നും മാത്രം പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഇരിക്കും. ക്രിസ്തുവിനെ നേരിടേണ്ടി വന്ന പരീശന്മാരിൽ നിന്നും ശാസ്ത്രിമാരിൽ നിന്നും അവന് നേരിടേണ്ടി വന്ന രണ്ടാമത്തെ സംഘർഷം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ രത്നചുരുക്കമായി പറയുന്നു. ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുന്ന അൽഫായുടെ പുത്രനായ ലേവിയെ ക്രിസ്തു ശിഷ്യനാക്കുവാൻ വിളിക്കുന്നു. അവനെ വിളിച്ചത് മാത്രമല്ല, പരീശന്മാരെ അവനെ വിളിച്ചതിൽ വലിയ സങ്കടങ്ങളൊന്നുമില്ല. മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു പ്രവൃത്തിയാണ് സംഘർഷത്തിലേക്ക് നയിക്കുന്നത്. ക്രിസ്തു പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഇരുന്ന് ഭക്ഷണത്തിന് ഇരുന്നു. വെറുക്കപ്പെട്ടവരോട് കൂടെ ഇരുന്ന്, തള്ളപ്പെട്ടവരോട് കൂടെ ഇരുന്ന് ക്രിസ്തു ഭക്ഷണം കഴിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, 2 കാര്യങ്ങളാണ് ഇവിടെ ക്രിസ്തു ചെയ്യുന്നത്. ചുങ്കക്കാരനായ ഒരു മനുഷ്യനെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നു. ആ ശിഷ്യനാക്കിയവനോടിരുന്ന്, പാപികളോട് ചേർന്നിരുന്ന് ക്രിസ്തു ഭക്ഷണം കഴിക്കുന്നു. ഹേരോദാസ് അന്തിപ്പാസിന്റെ കാലഘട്ടത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ചുങ്കം പിരിക്കുന്നവരാണ് ഈ ലേവി. ചുങ്കം പിരിക്കുന്നവർ 2 കാരണങ്ങളാൽ യഹൂദന്മാർക്ക് വെറുക്കപ്പെട്ടവരാണ്. ഒന്ന്, യഹൂദ മതത്തെ വഞ്ചിക്കുന്നവരാണ് അവർ. കാരണം റോമൻ ചക്രവർത്തിയുടെ മുദ്രയുള്ള നാണയങ്ങളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹ ആരാധനയാണ്. അതുകൊണ്ട് യഹൂദ മതത്തെ വഞ്ചിക്കുന്നവരാണ് ചുങ്കക്കാർ. 2, ഇവർ യഹൂദന്മാരിൽ നിന്ന് ചുങ്കം പിരിക്കുന്നു. ആർക്കു വേണ്ടി? റോമൻ ഗവൺമെന്റിന് വേണ്ടി. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം റോമൻ ഗവൺമെന്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്നത്
രാജ്യദ്രോഹ കുറ്റമാണ്. അവർ രാജ്യത്തെ വഞ്ചിക്കുന്നവരാണ്. രാജ്യദ്രോഹം കുറ്റം ക്രിസ്തുവിൽ ചുമത്തുവാനാണ് ഈ പരീശന്മാർ ശ്രമിക്കുന്നത്. ക്രിസ്തുവിനെതിരെ അവര് കുറ്റം ചുമത്തുന്നു. കാരണം ഇത്തരം പാപികളോട് ചേർന്നിരുന്ന് ക്രിസ്തു ഭക്ഷണത്തിന് ഇരിക്കുന്നു. ബറാഖാത്തിന്റെ നിയമം അനുസരിച്ച്, ആ പുസ്തകപ്രകാരം 346 ക്രമം അനുസരിച്ച്, അന്നത്തെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് മണ്ണിന്റെ മക്കളെന്ന് വിളിക്കുന്ന ഇത്തരം ചുങ്കക്കാര് പാപികളോട് ചേർന്നിരുന്ന് റാബിമാരുടെ ശിഷ്യന്മാർ ഭക്ഷണത്തിന് ഒരിക്കലും ഇരുന്നു കൂടാ. കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ചുങ്കക്കാർ പരീശന്മാരുടെ കാഴ്ചപ്പാടിൽ താണ ജാതിയിൽപ്പെട്ടവരാണ്, തൊട്ടുകൂടാത്തവരാണ്, തീണ്ടിക്കൂടാത്തവരാണ്. അവരോടൊപ്പമാണ് ക്രിസ്തു ഭക്ഷണത്തിരുന്നത്. ഇത് ക്രിസ്തുവിന്റെ മുമ്പിൽ പരീശന്മാർ ഒരു വെല്ലുവിളിയായി ഉയർത്തുന്നു. ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെ ഇടയിലും ഇത്തരം ചില പോരാട്ടങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്ന കുറെ അധികം ആളുകളുണ്ട്. മനസ്സിൽ മറ്റുള്ളവർക്ക് ഒരിടവും കൊടുക്കാത്ത, നമ്മുടെ മനസ്സിൽ ഒരിടവും ലഭിക്കാത്ത അനേകം ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. ഇപ്പോഴത്തേത് എനിക്കറിയില്ല, പക്ഷെ പണ്ട് കാലത്ത് അയൽക്കാരുമായിട്ട് സ്കൂളിലേക്കൊക്കെ നടന്നു പോകുമ്പം ചില മാതാപിതാക്കളൊക്കെ ഭയങ്കരമായി തങ്ങളുടെ കുഞ്ഞുങ്ങളെ ബോധിപ്പിക്കുമായിരുന്നു, അവന്റെ കൂടെ അവളുടെ കൂടെ നീ കൂട്ടുകൂടരുത്, നിന്റെ ഉള്ളിൽ നിന്ന് അവനെ അവളെ കളയണം. ഇത്തരം ചില രീതികൾ കുടുംബങ്ങൾ വളർന്നു വരുമ്പോഴും ഉണ്ട്. നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാത്തവരായതുകൊണ്ട് ആ സഹോദരനെ എതിരെ വാതിലടയ്ക്കണം. ഇത് ഇന്നുമുണ്ട്. പക്ഷേ ഈ രാത്രിയിൽ ക്രിസ്തു അവരോട് ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു എങ്കിൽ നമ്മുടെ മുമ്പിൽ ക്രിസ്തു ഉയർത്തുന്ന രണ്ടാമത്തെ വെല്ലുവിളി, വഷളായ ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാൻ നിന്റെ ഭക്ഷണമേശയ്ക്ക് കഴിയുമോ? വഷളായ ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാൻ നിന്റെ ഭക്ഷണമേശയ്ക്ക് സാധിക്കുമോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിവുള്ളതാണ്, പഠിക്കുന്ന കാലത്ത് ഒരേ മുറിയിലിരുന്ന് പഠിക്കുന്നവർ, ഒരേ മെസ്സിൽ നിന്ന് ആഹാരം എടുക്കുന്നവർ, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ, ഈ ബന്ധം ജീവിതത്തിന്റെ അവസാനം വരെയും നിലനിൽക്കുന്നതാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതാണ് ലോകത്തിലേക്കും ഏറ്റവും വലിയ ഒരു സാഹോദര്യ ഗുണം. പക്ഷെ ഇന്ന് ഇത് നഷ്ടപ്പെട്ടു പോകുന്നില്ലേ നമ്മുടെ കുടുംബങ്ങളിൽ എന്നുള്ളതൊന്ന് ചിന്തിക്കണം. ഒരു നൂറ്റാണ്ട് മുമ്പ് ദളിതനെന്നും ഹരിജനെന്നും ഒക്കെ പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച ആളുകളോട് ചേർന്നിരുന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധനായ പരുമല തിരുമേനിക്ക് സാധിച്ചു എങ്കിൽ ക്രിസ്തു കാണിച്ചു തന്ന ഈ വഴിയിലൂടെ പരിശുദ്ധൻ സഞ്ചരിക്കുവാൻ തയ്യാറായത് കൊണ്ടാണ്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാൻ ഈ രാത്രി നിനക്കൊന്ന് തീരുമാനിക്കുവാൻ പറ്റുമോ? എൻ്റെ മനസ്സിൽ ഇടം കൊടുക്കാത്തവനുമായി ഇടം കൊടുക്കാത്തവളുമായി ഈ രാത്രി ഞാൻ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് തീരുമാനിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഇയ്യോബ് വളരെ ദൈവഭക്തനാണ്, ദൈവത്തെ അനുസരിച്ചവനാണ് എന്നൊക്കെ വളരെ കൃത്യമായും ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാണെന്നും ഒക്കെ നമുക്ക് പറയാം. ആ ഇയ്യോബിന്റെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു, അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താൻ താന്റെ ദിവസത്തിൽ താൻ താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷണം പാനം ചെയ്യുവാൻ
തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും പതിവായിരുന്നു. 7 ആണും 3 പെൺമക്കളുമുള്ള ഇയ്യോബിന്റെ കുടുംബത്തിൽ എല്ലാ വർഷവും താൻ്റെ ദിവസം, അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് അവന്റെ ബർത്ത്ഡേയും അവന്റെ വിവാഹ വാർഷിക ദിനത്തിലും അവന്റെ കുഞ്ഞുങ്ങളുടെ പിറന്നാൾ ദിനവുമായിരിക്കാം. അങ്ങനെ ഓരോ വർഷവും ഈ 7 മക്കളും അവരവർക്ക് പ്രത്യേകതയുള്ള ദിവസത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കും. എന്തായാലും സ്ത്രീകൾക്ക് അഭിമാനം ശകലം കൂടുതലുള്ളത് കൊണ്ട് ഈ 3 പെമ്മക്കളും അവരുടെ വീട്ടിലും വിളിക്കാൻ സാധ്യതയുണ്ട്. അത് കൂട്ടി വായിച്ചാൽ മതി. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഇയ്യോബിന്റെ കുടുംബം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു വലിയ പതിവായിരുന്നു. ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിൽ സാധിക്കുമോ? ഇന്ന് നമ്മൾ സാധിച്ചെടുക്കുന്നത് കുടുംബങ്ങളിൽ 1-2 പേർ, അല്ലെ അപ്പനും അമ്മയും ഒന്നിച്ചു കൂടിയാൽ ഉടനെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. കുടുംബത്തിരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിലെ വിള്ളലുകളെ കുറിച്ച് നിനക്ക് ബോധ്യപ്പെടുവാനും ആ വിള്ളലുകളെ പരിഹരിക്കുവാനും സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 45-ാം വാക്യത്തിൽ ആദിമ സഭയുടെ ലക്ഷണം അവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 45-ാം വാക്യം, ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. ഹൃദയ പരമാർത്ഥതയോടുകൂടി ഭവനത്തിൽ ഭക്ഷണം കഴിക്കുന്നതാണ് ആദിമസഭയുടെ രീതി. ഹൃദയത്തിന്റെ നൈർമല്യതയോടുകൂടി നിന്റെ തീന്മേശകളെ കാണുവാൻ നിനക്ക് ഇടയാകുമോ? നമ്മുടെ മനസ്സിൽ ഇടമില്ലാത്തവർക്ക് ഈ രാത്രി ഒരുരുള ചോറ് കൊടുക്കുവാൻ നിന്റെ മനസ്സ് സമ്മതിക്കുമോ? ക്രിസ്തു അതിന് തയ്യാറായി. പക്ഷേ ശാസ്ത്രിമാർ അതിന് തയ്യാറല്ല. അവരതിൽ കുറ്റം കണ്ടുപിടിക്കുന്നു. നിന്റെ പൊട്ടിപ്പോയ ബന്ധങ്ങളെ ഇണക്കി ചേർക്കുവാൻ തക്കവണ്ണം നമുക്ക് ഈ രാത്രി അതിന് മുഖാന്തരമാകട്ടെ. അപ്പോൾ ഈ പെരുന്നാൾ നമുക്ക് അർത്ഥപൂർണമായി തീരും. അകന്നവരോടുള്ള അടുപ്പം കാണിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഭക്ഷണവേളകൾ ഇടയാകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അവൻ ശാസ്ത്രിമാരിൽ നിന്നും പരീശന്മാരിൽ നിന്നും നേരിട്ട 3-ാമത്തെ സംഘർഷം വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 2-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരും പരീശന്മാരും കൂടെ അടുത്തു വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് ചോദിക്കുക, പ്രഭോ, നിന്റെ ശിഷ്യന്മാരാരും ഉപവസിക്കുന്നില്ല, ഞങ്ങൾ ഉപവസിക്കുന്നു. ഞങ്ങൾ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നുണ്ട്. നിന്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല? ശിഷ്യന്മാരെ ന്യായീകരിച്ചുകൊണ്ട് തമ്പുരാൻ അവരോട് പറയുന്നു, മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർക്ക് ഉപവസിപ്പാൻ കഴിയുമോ? മണവാളൻ കൂടെ ഇരിക്കും കാലത്തോളം അവർക്ക് ഉപവസിപ്പാൻ കഴിയുകയില്ല. എന്നാൽ മണവാളൻ അവരെ വിട്ടുപിരിയുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് അറിയാം, സഭയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ നോമ്പുകാലമാകുമ്പം ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ഉപവാസത്തെ അത്ര നല്ലതുപോലെ അല്ല നമ്മളൊക്കെ സ്വീകരിക്കുന്നത് എന്നുള്ളത് അറിയാം. എന്നാൽ ഇവിടെ ഉപവസിക്കാതിരിക്കുന്ന ശിഷ്യന്മാരെ ക്രിസ്തു ഒന്ന് ന്യായീകരിക്കുകയാണ്. അവൻ പറയുന്നു, മണവാളൻ കൂടെ ഉള്ളപ്പോൾ
ഒരിക്കലും ഉപവസിക്കുവാൻ സാധിക്കുകയില്ല. കാരണം മണവാളൻ കൂടെ ഉള്ളത് ആഘോഷമാണ്. അതൊരു വിവാഹ ആഘോഷമാണ്. അവിടെ ഉപവാസത്തിന്റെ ആവശ്യം ഇല്ല. ഇന്ന് നമ്മുടെ വിരുന്ന് ഇടങ്ങളിൽ ഈ ബോധ്യമുണ്ടോ? മണവാളൻ കൂടെയുള്ള ആഘോഷമാണ് നടക്കുന്നത് എന്ന്. ആ ബോധ്യമില്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് there is no feasting without fasting എന്ന് പറയുന്നത്. there is no feast without fasting. ഒരു വിരുന്നുകളും ഉപവാസമില്ലാതെ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പെരുന്നാളിനോടും അനുബന്ധിച്ച് ഉപവാസങ്ങൾ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ മൂല്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. മണവാളനുണ്ടാകുമ്പോൾ അത് അത്യധികമായ ആഘോഷമാണ്. എന്നാൽ ഇവിടെ വിവാഹം കഴിച്ചവരും കഴിക്കാൻ വെമ്പി നിൽക്കുന്നവരുമായ ആളുകൾ ഉണ്ട്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ജോലി സ്ഥലത്ത് നിന്ന് വരുമ്പോൾ, അല്ലെ നമ്മുടെ സ്നേഹബന്ധത്തിൽ നിൽക്കുന്ന ആള് നമ്മുടെ അടുക്കലേക്ക് കാര്യം പറയാൻ വരുമ്പം നമുക്കൊത്തിരി ഉത്സാഹമാ. പക്ഷേ ഈ ആള് പോകുവാൻ തുടങ്ങുമ്പോൾ, ജോലി സ്ഥലത്തേക്ക് തിരികെ പോകുവാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ വൈകിട്ട് 5 മണി വരെയുള്ള ആ ടൈം ലിമിറ്റ് കഴിയുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന ആള് ബൈക്കിൽ പാഞ്ഞു പോകുവാൻ തിരികെ പോകുവാൻ തുടങ്ങുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വെമ്പൽ. ഈ വിതുമ്പലാണ് പ്രിയമുള്ളവരെ ഉപവാസത്തിലേക്ക് നയിക്കപ്പെടേണ്ടത്. മണവാളൻ എടുക്കപ്പെടുമ്പോൾ അതൊരു ഹൃദയവേദനയാണ്. തോഴ്മക്കാർ എത്ര നിർബന്ധിച്ചാലും അന്നേരം ഭക്ഷണം കഴിക്കുവാൻ ആകില്ല. എന്ന് വെച്ചാൽ ഉപവാസം സ്വാഭാവികമായി നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതാണ്. ബാഹ്യമായ നിർബന്ധത്താൽ ഉള്ളതല്ല ഉപവാസം. ആന്തരികമായ ഭാവത്തിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടതാണ് ഉപവാസം. ഉപവാസത്തിന്റെ അനുഷ്ഠാനത്തിന് അല്ല പ്രാധാന്യം, മറിച്ച് അതിനെ നിയന്ത്രിക്കുന്ന ആന്തരിക മനോഭാവം, അതാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. പ്രിയമുള്ളവരെ, ഉപവാസം ആഹാരത്തിൽ നിന്നുള്ള ഒരു പിന്മാറ്റമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് T.S. ഇലിയറ്റ് എന്ന് പറയുന്ന ആ ചിന്തകൻ പറയുന്നു, ന്യായമായി അനുഭവിക്കാവുന്നത് ഉപേക്ഷിക്കുന്നതാണ് ഉപവാസം. ന്യായമായി നാം സ്വീകരിക്കുവാൻ എന്തൊക്കെ സാധിക്കുമോ അതിനെയൊക്കെ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം നിന്റെ ഉപവാസത്തിന് സാധിക്കുമോ? ന്യായമായി സ്വീകരിക്കാവുന്നതാണ് ആഹാരം. അതിനെ ഉപേക്ഷിക്കുവാൻ ഉപവാസത്തിൽ നിനക്ക് ബാഹ്യ പ്രേരണ കൂടാതെ സാധിക്കുമോ? നിന്റെ മണവാളനു വേണ്ടി ആഹരിക്കുന്നതെന്തും ആഹാരമാണ്. ഉള്ളിലേക്ക് എടുക്കപ്പെടുന്നതെന്തും ആഹാരമാണെങ്കിൽ ശബ്ദവും സ്പർശവും രുചിയും ഗന്ധവും രൂപവും എല്ലാം ആ നിലയിൽ ആഹാരമാണ്. ഇതിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയുമോ? ഇങ്ങനെ നിയന്ത്രിച്ച് ആഹാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിപ്പിച്ച് ജീവിച്ച ഒരു പുണ്യ പുരുഷന്റെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ ആന്തരികമായി സ്വാഭാവികമായി ഉപവാസത്തിനെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ജീവിച്ച ഒരു പുണ്യപുരുഷൻ എൻ്റെ ഭവനത്തിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. മാർ കുറിയാക്കോസ് ആശ്രമത്തിന്റെ സ്ഥാപകനായിരിക്കുന്ന പുണ്യശ്ലോകനായ മൈലപ്ര മാത്യൂസ് റമ്പാച്ചൻ 40 രാവും 40 പകലും വിവിധ ഘട്ടങ്ങളിലായി ഒരു പത്രവും വായിക്കാതെ ദൈവത്തോട് മാത്രം നിരന്തരം സംസർഗം പുലർത്തിയ ഒരു പുണ്യപുരുഷൻ. ഇങ്ങനെയൊക്കെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ജീവിച്ചിരുന്നയാളാണ് പാമ്പാടി തിരുമേനി. അങ്ങനെ ജീവിക്കുവാൻ സാധിച്ച ഒരു പുണ്യപുരുഷനാണ് ഈവാനിയോസ് തിരുമേനി. അങ്ങനെ ജീവിക്കുവാൻ സാധിച്ചവരാണ് ബിഷപ്പ് അക്കൻ ഹംബാഷ്. അദ്ദേഹം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഓരോ രോഗിയുടെ അടുക്കലും അവർക്ക് തൈലാഭിഷേകം കൊടുത്ത് രോഗസൗഖ്യത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പ് ആ ദിവസം മുഴുവൻ അദ്ദേഹം ഉപവാസത്തിലും പ്രാർത്ഥനയിലും ജീവിച്ചു. പരീശന്മാർ അവർ നിർബന്ധത്താൽ ഉപവസിക്കുന്നു.
ഒരു ക്രിയ പോലെ അവരുടെ ജീവിതത്തിൽ അത് രൂപപ്പെടുത്തി. എന്നാൽ നിഷ്ഠയോടും ഒരു ഡിസിപ്ലിൻ ലൈഫോടും കൂടെ ജീവിച്ച പരിശുദ്ധനായ പരിമല തിരുമേനി അത് തൻ്റെ ആന്തരികമായ ജീവിതത്തിന്റെ ഭാവമാക്കി മാറ്റി. ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഉപവാസം ഒരാന്തരിക ശോഭയുടേതാക്കി മാറ്റുവാൻ നമുക്ക് ഇടയാകട്ടെ. നാലാമതായി, ക്രിസ്തു പരീശന്മാരിൽ നിന്ന് ഏറ്റ നാലാമത്തെ സംഘർഷം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തു പരീശന്മാരിൽ നിന്ന് ഒന്നാമതേറ്റ സംഘർഷം. അവനെ സംബന്ധിച്ചിടത്തോളം പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നു. പാപമോചനത്തിലൂടെ പൂർണ്ണ സൗഖ്യം. ഈ രാത്രി നീ ആരെയൊക്കെ വെറുത്തുവോ, ആരെയൊക്കെ വെറുക്കുന്നുവോ അവരോടെല്ലാം രമ്യപ്പെട്ട് പിതാവാം ദൈവത്തോട് ക്ഷമ സ്വീകരിക്കുവാൻ തക്കവണ്ണം നിനക്ക് സാധിക്കുമോ? ക്രിസ്തു നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന രണ്ടാമത്തെ വഴി, അല്ലെങ്കിൽ അവൻ പരീശന്മാരിൽ നിന്നേറ്റ രണ്ടാമത്തെ സംഘർഷം, നിന്റെ പൊട്ടിപ്പോയ ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാൻ തക്കവണ്ണം നിന്റെ ഭക്ഷണയിടങ്ങൾക്ക് സാധിക്കുമോ? മൂന്നാമത് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ആന്തരീയ ഭാവത്തിൽ നിന്ന്, ഹൃദയഭേദകത്തിന്റെ അനുഭവത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ് ഉപവാസം. നാലാമതായി ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. യേശു ശിഷ്യന്മാരും കൂടെ വിളഭൂമിയിലൂടെ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിച്ച് അവർ ഭക്ഷിക്കുന്നു. അപ്പോൾ പരീശന്മാർ അതിനെ ചോദ്യം ചെയ്യുന്നു. കാരണം ശബത്തിൽ വിളഭൂമിയിലൂടെ പോകുമ്പോൾ ശബത്തിൽ വിലക്കപ്പെട്ട ചില പ്രവർത്തികളുണ്ട്. 39 പ്രവർത്തികളുണ്ട് ശബത്തിൽ ചെയ്യരുതാത്തത്. അതിൽ ചെയ്യരുതാത്ത 2 പ്രവർത്തികളാണ് കൊയ്ത്തും മെതിയും. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 21-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യരുതാത്ത, ശബത്തിൽ ഒരിക്കലും പാടില്ലാത്ത ഈ 2 പ്രവർത്തികൾ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ചെയ്തത് പരീശന്മാർ ചോദ്യം ചെയ്യുന്നു. അതുകൊണ്ട് പരീശന്മാർ മനുഷ്യപ്പറ്റില്ലാത്തവരൊന്നുമല്ല. അവരുടെ ആർഗ്യുമെന്റ് അനുസരിച്ച്, അവരുടെ രീതി അനുസരിച്ച് ജീവഹാനി സംഭവിക്കുവാൻ എപ്പോഴെങ്കിലും സാധിക്കുമോ, ശാപത്തിൽ സാധിക്കുമോ, അങ്ങനെയുള്ളവരെ രക്ഷിക്കുവാൻ പറ്റും. ഇവിടെ ജീവഹാനിയൊന്നും ആർക്കും വരാത്തത് കൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ചെയ്തത് തെറ്റ് എന്ന് പരീശന്മാർ ഓർമ്മപ്പെടുത്തുന്നു. പരീശന്മാർ അവർ വാദിക്കുന്നു ശാബത്തിന്റെ നിയമം ലംഘിച്ചു എന്ന്. ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ശിഷ്യന്മാർ വിശന്നു, അപ്പോൾ അവർ കതിര് പറിച്ചു. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് വിശപ്പ്. അതിനോട് ചേർന്ന് വരുന്നതാണ് പാർപ്പിടവും വസ്ത്രവും ആരോഗ്യവും ഒക്കെ. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളോട് നീ ഈ രാത്രിയിൽ എന്ത് മനോഭാവം സ്വീകരിക്കും? നിന്റെ മതം നിശ്ചയിച്ചിരിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ആ നിയമത്തോട് കൂടുതൽ അടുപ്പം കാണിക്കുവാനാണോ ഈ രാത്രി നീ തെരഞ്ഞെടുക്കുന്നത്? അതോ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളോട് ചേർന്ന് നിൽക്കുവാനാണോ നീ ഈ രാത്രി തെരഞ്ഞെടുക്കുന്നത്? ശാബത്ത് എന്തിനു വേണ്ടി? പുറപ്പാട് പുസ്തകവും ഉൽപ്പത്തി പുസ്തകവും വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാകും, ദൈവത്തിന്റെ വിശ്രമത്തിൽ പങ്കുപറ്റാനാണ് ശാബത്ത്. അതുപോലെ തന്നെ മനുഷ്യന്റെ ആത്യന്തിക വിശ്രമത്തിന്റെ മുൻ ആസ്വാദനമാണ് ശാബത്ത്. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ സമാധാനമാണ് ശാബത്തിന്റെ ലക്ഷ്യം. മനുഷ്യ സമാധാനമാണ് ശാബത്തിന്റെ ലക്ഷ്യം.
മനുഷ്യന്റെ നന്മയാണ് ശാബത്തിന്റെ ലക്ഷ്യം. എല്ലാ നിയമത്തിൻ്റെയും ലക്ഷ്യം മനുഷ്യന്റെ നന്മയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മനുഷ്യന്റെ നന്മയെ ലക്ഷ്യമാക്കിയുള്ള നിയമവ്യവസ്ഥതയ്ക്ക് രൂപം കൊടുക്കുവാനാണോ ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നത്? നമ്മുടെ കുടുംബങ്ങളിലെ നിയമങ്ങളായിക്കൊള്ളട്ടെ, നമ്മളുടെ സമൂഹത്തിലെ നിയമങ്ങളായിക്കൊള്ളട്ടെ, നമ്മളുടെ ഇടവകളിലെ നിയമങ്ങളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ചെറുതും വലുതുമായ എന്തും മനുഷ്യന്റെ നന്മയെ ലക്ഷ്യമാക്കിയുള്ളതാണോ? നിയമങ്ങൾ മനുഷ്യന്റെ കരുതലിനും കാവലിനും ഉള്ളതാകണം. അവിടെയാണ് മനുഷ്യ നന്മ ഉണ്ടാകുന്നത്. മനുഷ്യന്റെ കരുതലിനും കാവലിനുമുള്ളതാണ് നിയമം. അങ്ങനെയുള്ള നിയമങ്ങൾ സങ്കീർണങ്ങളാകുകയില്ല, മറിച്ച് നന്മയുടെ സൗന്ദര്യം ജ്വലിപ്പിക്കുന്നതാകണം. പക്ഷേ ഇന്നത്തെ നമ്മുടെ നിയമങ്ങളൊക്കെ ഓരോ മനുഷ്യനെയും എത്രയും ബുദ്ധിമുട്ടിക്കാമോ, ക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭാരമുള്ള നുകം വെച്ചു കൊടുക്കുന്നതാണ് ആധുനിക നിയമങ്ങൾ. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നന്മയുള്ള നിയമങ്ങൾ ഉണ്ടാകണമെങ്കിൽ, കരുതലിനും സേവനത്തിനും കാവലിനുമുള്ള നിയമങ്ങൾ ഉണ്ടാകണമെങ്കിൽ നല്ല വ്യക്തിത്വങ്ങളുടെ ഉടമകളായി വ്യക്തികൾ മാറണം. പക്ഷെ ഇന്നത്തെ ലോകം ആസ്തിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അസ്തിത്വത്തിനല്ല. അവിടെയാണ് ഈ പ്രശ്നം. ആസ്തിക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ കരുതലും കാവലും ഉണ്ടാകില്ല, മറിച്ച് വികലമായ മനുഷ്യത്വം രൂപപ്പെടും. അവിടെ മനുഷ്യനെ പീഡിപ്പിക്കപ്പെടും. വിരോധാഭാസം എന്ന് പറയട്ടെ, നമ്മുടെ ആത്മീയ മേഖലകളിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ അധികം വിശദീകരിക്കുന്നില്ല. നമ്മളുടെയൊക്കെ ദേവാലയങ്ങളിൽ ഇന്ന് കരിയർ ഓറിയന്റഡ് പ്രോഗ്രാമാണ്. ഇന്നത്തെ സമൂഹത്തിന് ഇതാണ് വേണ്ടത്, കരിയർ ഓറിയന്റഡ് പ്രോഗ്രാം. എന്താണ് കരിയർ ഓറിയന്റഡ് പ്രോഗ്രാം? അവനെ താക്കണം, ഞാനോ ഉയരണം. മെച്ചപ്പെട്ട കമ്പനിയിൽ എനിക്ക് കയറണം, ഞാൻ ഇടിച്ചിടിച്ച് നിൽക്കണം. മറ്റുള്ളവന് ജോലി കിട്ടിയാലും വേണ്ടിയില്ല, കിട്ടിയില്ലേലും വേണ്ടിയില്ല, എനിക്ക് മെച്ചമായ ശമ്പളം, എനിക്ക് പിടിച്ച് കയറണം. ഇതാണ് കരിയർ ഓറിയന്റഡ് പ്രോഗ്രാമിന്റെ കുഴപ്പമോ ഗുണമോ? പക്ഷെ ഈ കരിയർ ഓറിയന്റഡ് പ്രോഗ്രാമിൽ നിന്ന് ക്യാരക്ടർ ഓറിയന്റഡ് പ്രോഗ്രാമിലേക്ക് ദേവാലയങ്ങളും സഭയും സമൂഹങ്ങളും മാറപ്പെടുമ്പോഴാണ് നല്ല വ്യക്തിത്വങ്ങളെ രൂപപ്പെടുത്തുന്ന മനുഷ്യന്റെ കരുതലിനും കാവലിനുമുള്ള നിയമങ്ങൾ ഈ ഭൂമിയിൽ സംജാതമാകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, മനുഷ്യന്റെ കരുതലിന് കാവലിനായി പ്രവർത്തിച്ച ഒരു പുണ്യപുരുഷൻ, അദ്ദേഹം കരിയറിനല്ല പ്രാധാന്യം കൊടുത്തത്. കരിയറിന് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ അഭിവന്യ തിരുമേനി സൂചിപ്പിച്ചതുപോലെ പുറമേയുള്ള മനുഷ്യനെ ബലപ്പെടുത്താനായിരുന്നു ശ്രമിച്ചിരുന്നത്. പക്ഷേ പരിശുദ്ധനായ പരുമല തിരുമേനി ചെയ്തതോ അകമയുള്ള മനുഷ്യനെ രൂപപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പെരുന്നാളിൽ വായിക്കുന്ന പ്രമിയോനിൽ ഒരു വാചകമുണ്ട്, അദ്ദേഹം ശരീരത്തെ ക്ഷീണിപ്പിച്ചും ആത്മാവിനെ പ്രശോഭിപ്പിച്ചും ജീവിച്ചു. ഇത് കരിയറിന്റെ ലക്ഷണമല്ല, ക്യാരക്ടറിന്റെ ലക്ഷണമാണ്. ഈ ക്യാരക്ടറിലേക്ക് വളരുവാൻ, യേശുവാകുന്ന ക്യാരക്ടറിനോട് അവന്റെ നിറവിലേക്ക് വളരുവാൻ ഈ പെരുന്നാൾ നമുക്ക് മുഖാന്തരമാകണം. അവിടെയാണ് ഈ പെരുന്നാൾ അർത്ഥപൂർണമായി തീരുന്നത്. അനേകർക്ക് വിദ്യയുടെ വെളിച്ചം പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധ പിതാവിന് സാധിച്ചു. അതാണ് യേശുവാകുന്ന ക്യാരക്ടറിനോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പ്രത്യേകത. ഇന്ന് നമ്മളുടെ ജീവിതം എന്ത് ലക്ഷ്യമാക്കി പോകുന്നു? പരീശന്മാർ പറയുന്നു ഇതൊന്നും വേണ്ട. അവർ നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, മറ്റുള്ളവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവനിലും അവന്റെ ചുറ്റുപാടിലുമുള്ള യേശു സാന്നിധ്യത്തെയാണ് നീ നശിപ്പിക്കുന്നതെന്ന് ഓർമ്മ വേണം. യേശു ക്രിസ്തുവിനെ നേരിട്ട
ഈ നാലാമത്തെ സംഘർഷം മനുഷ്യന്റെ നന്മയ്ക്കായി നിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിലുള്ള സംഘർഷം. മനുഷ്യന്റെ നന്മയിലേക്ക് മലങ്കര സഭയും അതിലെ 3 ഭദ്രാസനങ്ങളെയും നയിച്ച ഒരു പുണ്യപുരുഷൻ. ഇന്ന് നമ്മളുടെ പ്രവൃത്തികൾ മനുഷ്യ നന്മയിലേക്ക് നയിക്കുന്നതാണോ? നിന്റെ ജീവിതം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വഴി അനേകരിലേക്ക് നന്മ ചൊരിഞ്ഞു കൊടുക്കുവാൻ ഇടയാകുന്നതാണോ? അവസാനമായി ക്രിസ്തു നേരിട്ട 5ാമത്തെ സംഘർഷം കൂടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഏവർക്കും പരിചിതമായ വേദഭാഗം. ഇതിനോട് ചേർന്ന് വരുന്ന വേദഭാഗം ശാബത്തിൽ മനുഷ്യ നന്മയ്ക്കായി തീരേണ്ട ദിനം. ആ ശാബത്തിൽ വരണ്ട കൈയുള്ള മനുഷ്യനെ ക്രിസ്തു സൗഖ്യമാക്കി. വരണ്ട കൈയുള്ള മനുഷ്യനെ ക്രിസ്തു സൗഖ്യമാക്കി. ദേവാലയത്തിലേക്ക് വന്ന ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദേവാലയത്തിലേക്ക് വന്ന മനുഷ്യന് ദൈവം സൗഖ്യം കൊടുത്തു. പരീശന്മാർ ചോദ്യം ചെയ്യുന്നു, ആരാണ് ഇവന് സൗഖ്യം കൊടുക്കുന്നത്? ഇവന് എന്ത് അധികാരത്താൽ കൊടുക്കുന്നു? ദേവാലയത്തിലേക്ക് വരുന്ന സകല മനുഷ്യർക്കും സൗഖ്യം കിട്ടുമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അത് യേശു സാന്നിധ്യമുള്ള ഇടമാണ്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ തുടക്കം തന്നെ ഒരു ദേവാലയത്തിന്റെ വർണ്ണനയോടെയാണ് ആരംഭിക്കുന്നത്. ഞാൻ പറയും, ദൈവം ആദ്യം സൃഷ്ടിച്ചത് തന്നെ ദേവാലയമാണ്. കാരണം ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്നും ആദമിനും ഹൗവയ്ക്കും അനുഭവപ്പെട്ടിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ആദി മാതാപിതാക്കളോട് എന്നും ഉണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ സാന്നിധ്യം നഷ്ടപ്പെട്ടു, ദേവാലയം അടയ്ക്കപ്പെട്ടു, പുറത്തായി. അവർ ഇസ്രായേൽ മിസ്രൈം ദേശത്ത് അടിമത്തത്തിലായി. അടിമത്തത്തിലായിരുന്നപ്പോൾ അവർ അയ്യം വിളിച്ച് നിലവിളിച്ചു. അവരുടെ കണ്ണുനീരിന്റെ ശബ്ദം തമ്പുരാൻ കേട്ടു. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും ഇസ്രായേൽ മക്കളെ വഴി നടത്തി. ആരും അവർക്ക് സഹായത്തിന് ഇല്ലാതിരുന്നപ്പോൾ ദൈവ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവർ ദേവാലയമായി രൂപാന്തരപ്പെട്ടു. വീണ്ടും ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്ത ദേശം ലഭിച്ചു. അവർ വിചാരിച്ചതിനും അപ്പുറമായി സൗഭാഗ്യത്തിന്റെ അനുഭവത്തിലേക്ക് അവർ പോയി. അഹങ്കാരികളായി, അങ്ങനെയാണല്ലോ നമ്മളും. ആവശ്യത്തിലധികം കാര്യങ്ങളൊക്കെ നേടിക്കഴിയുമ്പം നമ്മളും മറ്റു പലരെയും മറന്നുപോകും, അഹങ്കാരികളാകും, സംസാരിക്കില്ല, പുഞ്ചിരിക്കില്ല. അവർ അഹങ്കാരികളായപ്പോൾ അവരെ ബാബിലോണിൽ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർ നിലവിളിച്ചപ്പോൾ യഹസ്കേൽ പ്രവാചകനെ ദൈവം അവരുടെ ഇടയിലേക്ക് അയച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായി. അവർ ദേവാലയമായി രൂപാന്തരപ്പെട്ടു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദേവാലയം ഇല്ലായ്മക്കാരുടെ ഒത്തുചേരുന്ന ഇടമാണ്. ദേവാലയം ഒന്നുമില്ലാത്തവരുടെ, ഇല്ലായ്മക്കാരുടെ ഒത്തുചേരുന്ന ഇടമാണ്. അതുകൊണ്ടാണ് കാരൻ ആംസ്ട്രോങ് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ ദ കേസ് ഫോർ ഗോഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരും ഇല്ലാതാകുമ്പോൾ നീ എവിടെയാണ്? ആരും ഇല്ലാതാകുമ്പോൾ നാം എവിടെയാണ്? അതിന് അദ്ദേഹം ഒരു ഉത്തരം കൊടുക്കുന്നു. അപ്പോൾ നാം ദേവാലയത്തിൽ ആകുന്നു. അപ്പോൾ നാം ദേവാലയത്തിൽ ആകുന്നു.
ജീവിതത്തിലെ പ്രയാസങ്ങളുടെ നടുവിൽ, ജീവിതത്തിലെ വല്ലായ്മകളുടെ നടുവിൽ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ, ജീവിതത്തിലെ രോഗങ്ങളുടെ നടുവിൽ, ആരും ഉറ്റവരും ഉടയവരുമില്ല എന്ന് നിനക്ക് തോന്നുമ്പോൾ ഉണ്ടാകുമ്പോൾ, എനിക്ക് ആരുമില്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ, നിനക്ക് ദേവാലയത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് നിനക്ക് വരുവാൻ സാധിക്കുമോ? ദൈവ സാന്നിധ്യ ബോധമുള്ള സ്ഥലമാകുന്ന ദേവാലയത്തിലേക്ക് നീ വരുവാൻ താല്പര്യപ്പെട്ടാൽ നിനക്ക് പൂർണ്ണ സൗഖ്യം തമ്പുരാൻ തരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരീശന്മാർ ഈ സൗഖ്യം തടയുന്നു. അവരുടെ ഭാഷയിൽ ദേവാലയം ഉള്ളവരുടെ കൂട്ടമാണ്. എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ വചന ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ക്രിസ്തുവിന് നേരിടേണ്ടി വന്ന ഒരു സംഘർഷം ഓർമ്മിപ്പിച്ചിരുന്നു, പക്ഷവാതക്കാരനെ സൗഖ്യമാക്കുന്നത്. അത് വീണ്ടും പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. പക്ഷവാതക്കാരനെ കൊണ്ടുവന്നു. ഭവനത്തിന് ചുറ്റും ആളുകളാ, തിങ്ങി നിറഞ്ഞ ആളുകളാ. ഇല്ലായ്മക്കാരനെ കൊണ്ടുവരുമ്പോൾ ഇല്ലായ്മക്കാരന് അകത്ത് കയറുവാൻ പറ്റുന്നില്ല. മേൽക്കൂരകൾ പൊളിക്കുന്നു. ഇല്ലായ്മക്കാരൻ അകത്തെത്തണമെങ്കിൽ മേൽക്കൂര പൊളിക്കേണ്ട ഒരു ഗതികേട് അവിടെ കാണുന്നു. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ നിറവ്, യേശുവിൻ്റെ ജീവിത അനുഭവം നമ്മളുടെ ജീവിതത്തിൽ നിറയുമ്പോൾ നമ്മളെല്ലാം സുതാര്യമുള്ളവരായി മാറുന്നു. നമ്മളിൽ നിന്ന് ചൈതന്യം പുറത്തേക്ക് ഒഴുകും. അപ്പോൾ എത്ര ആള് കൂടി നിന്നാലും യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കും. പക്ഷെ പക്ഷവാതക്കാരൻ അത് സാധിച്ചില്ല. കാരണം ആളുകൾ തടസ്സപ്പെടുത്തി എല്ലാം കൂടെ വളഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. സുതാര്യത അവിടെ ഇല്ല. ഉള്ളവരുടെ കൂട്ടമായതുകൊണ്ട് ദൈവ ചൈതന്യം ഓരോരുത്തരിലും വന്നു നിൽക്കുകയാണ്. അത് പുറത്തേക്ക് ഒഴുകുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിത അനുഭവം തന്നെ ഇതിന് സാക്ഷ്യമാണ്. പരുമലയിലേക്ക് പോകാമെന്ന് പറയുമ്പം തന്നെ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു പോസിറ്റീവ് എനർജി നിറയും. ഈ സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ മതി, ഉള്ളിൽ എന്തോ ഒരു എനർജി, ഒരു ദൈവിക ശക്തി, ഒരു ദൈവ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിറയും. അതാണ് ദൈവ ചൈതന്യമുള്ള മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ പെരുന്നാളുകൾ പൊടിപൊടിക്കുമ്പോൾ ദൈവവിചാരം നമ്മളിൽ കൂടുന്നുവോ കുറയുന്നുവോ? വാക്കുകൾ അവസാനിപ്പിക്കുന്നു. രാക്ഷസ സ്വഭാവത്തിൽ നിന്ന് താപസന്റെ ജീവിതത്തിലേക്ക് മാറണമെങ്കിൽ നിന്റെ ജീവിതം ചില പോരാട്ടങ്ങളിലൂടെ പോയേ മതിയാവൂ എന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ 1-ാം ലേഖനം 27-ാം വാക്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിച്ചു. നിന്നെ എതിർക്കുന്നവരോട് നിനക്കൊരു പോരാട്ടമുണ്ട്. അതുകൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നീ ജീവിക്കണം എന്നുള്ള പൗലോസിന്റെ ആമുഖ വാക്കുകൾ വായിച്ചാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചത്. രാക്ഷസനിൽ നിന്ന് താപസനിലേക്ക് മാറണമെങ്കിൽ ഈ പോരാട്ടം നമുക്ക് ഉണ്ടായേ മതിയാവുകയുള്ളൂ. പരിശുദ്ധനായ പരുമല തിരുമേനി ഈ പോരാട്ടം പോരാടി വിജയിച്ച ഒരു പുണ്യപുരുഷൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നാം വിശുദ്ധനെന്ന് വിളിക്കുന്നത്. എന്നെയും നിങ്ങളെയും അടുത്ത തലമുറ വിശുദ്ധനെന്ന് വിളിക്കുവാൻ സാധിക്കും ഈ വഴിത്താരകളിലൂടെ നടന്നാൽ. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്ന് സാംശീകരിച്ച 5 കാര്യങ്ങളിലൂടെ പരിശുദ്ധനായ പരുമല തിരുമേനി നടന്നു. അത് അദ്ദേഹത്തെ വിശുദ്ധിയിലേക്ക് എത്തിച്ചു. അദ്ദേഹം തന്റെ പ്രതിയോഗികളോട്, ക്രിസ്തു തന്റെ പ്രതിയോഗികളോട് ഒരു വലിയ പോരാട്ടം നടത്തുന്നു. 1-ാം പോരാട്ടം ഈ ലോക ജീവിതത്തിൽ
നീ കുംഭസാരത്തിന്റെ അനുഭവത്തിലൂടെ പോകണം. പിതാവാം ദൈവത്തിൽ നിന്ന് ക്ഷമ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിന്റെ സമസൃഷ്ടങ്ങളോട് നീ സാഹോദര്യം പുലർത്തിയേ മതിയാവുകയുള്ളൂ. ആ സഹോദരങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. പരിശുദ്ധനായ പരിമല തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം അകലുമ്പോൾ നഷ്ടങ്ങളും ദുരിതങ്ങളും ഉണ്ടാകും. അപ്പോൾ ആ കാരണം കൊണ്ട് ഈ കാരണം കൊണ്ട് എന്ന് വിചാരിക്കാതെ നമ്മുടെ പാപങ്ങൾ കൊണ്ട് ദൈവം അകന്നുപോയതിനാൽ എന്നോർത്ത് ദൈവത്തെ മുറുകെ പിടിക്കുക. താൻ കൃപ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ പാപം മൂലമാണ് നമുക്ക് ചില ദുരിതങ്ങൾ, പോരാട്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി ഈ രാത്രി നിന്റെ സഹോദരങ്ങളോട് ക്ഷമിച്ചാൽ തമ്പുരാനിൽ നിന്ന് നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും. 2, പൊട്ടിപ്പോയ ബന്ധനങ്ങളെ ഇണക്കി ചേർക്കുവാൻ തക്കവണ്ണം നിന്റെ ഭക്ഷണവേളകൾ ഇടയായി മാറണം. ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഉള്ളു തുറന്ന് ഭക്ഷണം കഴിക്കുവാൻ, സ്നേഹത്തോടെ ഒരുള്ള ചോറ് വാരി അവരുടെ വായിലേക്ക്, വെറുക്കപ്പെട്ടവരുടെ വായിലേക്ക് വെച്ചു കൊടുക്കുവാൻ ഈ രാത്രിയിൽ തീരുമാനമെടുക്കുവാൻ നമുക്കിടയാകട്ടെ. 3, ബാഹ്യമായ പ്രേരണകൾക്കപ്പുറമായി സ്വാഭാവികമായി നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ഉപവാസത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്കിടയാകട്ടെ. ആഹരിക്കുന്നതെന്തും ആഹാരമാണെങ്കിൽ ശബ്ദത്തിൽ നിന്നും, ഗന്ധങ്ങളിൽ നിന്നും, സ്പർശനത്തിൽ നിന്നും, രുചികളിൽ നിന്നുമൊക്കെ ഒരു വേർപാട് സ്വീകരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. നീ നടപ്പിലാക്കുന്ന നിന്റെ നിയമങ്ങൾ അത് അപരന്റെ കാവലിനും കരുതലിനും ഉള്ളതാകട്ടെ. പരിശുദ്ധൻ കാണിച്ചു തന്നത് അങ്ങനെയാണ്. ഈ 3 ഭദ്രാസനങ്ങളെയും ശുശ്രൂഷിക്കുമ്പോൾ ബാക്കിയുള്ള മുഴുവൻ ജനതയ്ക്കും, ഈ ദേശത്ത് വസിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അവർക്ക് കരുതലും കാവലിനുമായി തീരുന്ന നിയമങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. 5, അദ്ദേഹം പാപസന്റെ അനുഭവത്തിലേക്ക് വരുവാനുള്ള കാരണം ക്രിസ്തുവിൽ നിന്ന് സാംശീകരിച്ചത് ജീവിതത്തിന്റെ വരൾച്ചകൾക്കിടയിൽ ദൈവാനുഭവമുള്ള ദേവാലയത്തിലേക്ക് വരുവാൻ തിരുമേനി തീരുമാനിക്കുന്നു. ദേവാലയ ആരാധന ശീലമാക്കിയ ഒരു പുണ്യ പുരുഷന്റെ പെരുന്നാളിലാണ് സംബന്ധിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ദേവാലയ ആരാധനകൾ, കൂദാശകളിലുള്ള സംബന്ധങ്ങൾ പ്രോഗ്രാമുകളായി അധപ്പതിക്കുന്നില്ലേ? അതിനേക്കാൾ അപ്പുറമായി ദേവാലയ ആരാധന ശീലമാക്കി മാറ്റുവാൻ ഈ പെരുന്നാൾ നമുക്ക് ഇടയാകട്ടെ. അതിന് പരിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയാകട്ടെ. അതാണ് ഈ പരിശുദ്ധൻ നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് യാചിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം തന്ന അഭിവന്യ പിതാവിനോടും മാനേജർ MC കുര്യാക്കോച്ചനോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ പെരുന്നാൾ നമ്മുടെ ഉള്ളിൽ ഒരു ദൈവവിചാരം ഉണർത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.